أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ മിഅ്റാജ് രാവ് നമ്മോട് വിട പറഞ്ഞു. അനുഗ്രഹീതമായ, പരിശുദ്ധമായ, പവിത്രമായ, വിശുദ്ധമായ ഖുർആൻ പവിത്രമെന്ന് പറഞ്ഞ, അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞ, ധാരാളം ബറക്കത്ത് അള്ളാഹു നൽകുന്ന, ബറക്കത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്ത ഒരുപാട് പ്രത്യേകതകളുള്ള നമസ്കാരം അള്ളാഹു നമുക്ക് നൽകിയ പരിശുദ്ധമായ റജബ് നമ്മളോട് വിട പറയാനിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ബറക്കത്തിന് ചോദിച്ച മാസമാണ് റജബ്. അതിന്റെ അർത്ഥം നമുക്കറിയാം, അള്ളാഹു ധാരാളം ബറക്കത്ത് റജബിൽ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നൽകും. അപ്പൊ ബറക്കത്ത് അള്ളാഹു നൽകുന്നൊരു മാസമാണ് നമ്മോട് വിട പറയുന്നത്. അതുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ ധാരാളം അള്ളാഹുവോട് ബറക്കത്തിന് ചോദിക്കുക. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ റിസ്കിൽ, എല്ലാ വിഷയത്തിലും അള്ളാഹുവോട് ധാരാളം ബറക്കത്തിന് നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, റജബിലെ വെള്ളിയാഴ്ച രാവാണ്. റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവായിരിക്കുമോ എന്ന്, അതല്ല ശഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവായിരിക്കുമോ എന്ന് നമുക്ക് ഇപ്പോ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മാസപ്പിറവി കാണുകയാണെങ്കിൽ ശഅബാനിലെ ആദ്യത്തെ രാവിലേക്ക് നമ്മൾ ഇന്ന് മഗ്‌രിബിയോടെ പ്രവേശിക്കും. ശഅബാൻ 1 നാളെ. അതല്ല മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ നാളെ റജബ് 30 നമ്മൾ പൂർത്തീകരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണെങ്കിലും ശഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണെങ്കിലും രണ്ടും പുണ്യമാണ്. വെള്ളിയാഴ്ച രാവാണ്, റജബും പുണ്യമാണ്, ശഅബാനും അനുഗ്രഹീതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ രാവിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹുവിലേക്ക് ഇബാദത്തുകളെ കൊണ്ട്, സുന്നത്തുകളെ കൊണ്ട്, ഫർദുകളെ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, ദിക്ർ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാനുള്ള ഒരു അമല് നമ്മൾ പഠിക്കുകയാണ്. ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ടുന്ന അമലാണ്. ഇന്നു മുതൽ എന്ന് പറഞ്ഞാൽ ഇന്ന് മാസപ്പിറവി കാണുകയാണെങ്കിൽ ഇന്നു മുതൽ, അതല്ല നാളെയാണ് മാസപ്പിറവി ഇന്ന് മാസപ്പിറവി കാണാതെ നാളെ 30 പൂർത്തീകരിച്ച് നാളെ മഗ്‌രിബിയോടെയാണ് നമ്മൾ ശഅബാനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നാളെ മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ടുന്നൊരു അമലാണ്. നമ്മുടെ മുറാദ്, നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ഒന്നിലേറെ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആവശ്യത്തുകൾ കമന്റിലൂടെയും വാട്സപ്പിലൂടെയും സഹോദരിമാർ അയക്കാറുണ്ടല്ലോ, സഹോദരങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, പരിഹാരങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. കല്യാണം ശരിയാകാൻ, വീട് വെക്കാൻ, അതുപോലെ വാഹനം മേടിക്കാൻ, വിസ കിട്ടാൻ, ലീവ് കിട്ടാൻ, ജോലി ശരിയാവാൻ, ഇങ്ങനെ തുടങ്ങി രോഗങ്ങൾ മാറാൻ, പല ലക്ഷ്യങ്ങളും, പല ആവശ്യങ്ങളും, പല ആഗ്രഹങ്ങളും, പല മുറാദുകളും, പല സ്വപ്നങ്ങളും ഒക്കെ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് പരിഹാര മാർഗങ്ങളും ആത്മീയമായ മാർഗങ്ങളും വസിയത്തുകളൊക്കെ ധാരാളം കാണാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഏത് ആഗ്രഹമാണെങ്കിലും, ഖൈറാണെങ്കിലും, ഹലാലായ ഖൈറായ ഏത് ആഗ്രഹവും ഇൻഷാ അല്ലാഹ് ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അമല് നമ്മൾ പഠിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ദുഖാനിലെ ആദ്യത്തെ 8 ആയത്ത് ഇൻഷാ അല്ലാഹ് 15 പ്രാവശ്യം വീതം ശഅബാനിലെ 1-ാം രാവ് മുതൽ 15-ാം രാവ് വരെ നമ്മൾ ഓതുക. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ദുഖാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ 15 പ്രാവശ്യം വീതം ശഅബാൻ 1-ന്റെ രാവിൽ, 2-ന്റെ രാവിൽ, 3-ന്റെ രാവിൽ, 4-ന്റെ രാവിൽ, 5-ന്റെ രാവിൽ, 6-ന്റെ രാവിൽ, 7-ന്റെ രാവിൽ, 8-ന്റെ രാവിൽ, 9-ന്റെ രാവിൽ, 10-ന്റെ രാവിൽ, 11, 12, 13, 14 രാവുകളിൽ 15 പ്രാവശ്യം വീതം ഓതുക. 15-ാം രാവിൽ നമുക്കറിയാം ബറാഅത്ത് രാവാണ്. 15-ാം രാവ്, ആ ബറാഅത്ത് രാവിൽ 30 പ്രാവശ്യം ആവർത്തിച്ചോതുക.
സൂറത്തു ദുഹാനിന്റെ ആദ്യത്തെ 8 ആയത്തുകൾ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ദുഹാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ നമുക്ക് ഇങ്ങനെ കാണാം. ഓതാൻ അറിയാത്ത ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ തെറ്റ് കൂടാതെ ഓതാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ നിങ്ങൾക്കൊന്ന് ഓതി കേൾപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين സദഖല്ലാഹു മൗലാനൽ അസീം. ഈ ആയത്തുകൾ 8 ആയത്തുകൾ ശഅബാനിലെ 14-ാം രാവ് വരെ 15 പ്രാവശ്യം വീതവും 15-ാം രാവിൽ 30 പ്രാവശ്യം നമ്മൾ ഓതിയിട്ട് 15-ാം രാവിൽ കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം അല്ലാഹു നടത്തി തരുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ശഅബാൻ 1-ന്റെ രാവ് മുതൽ നമ്മൾ തുടങ്ങുക. 15 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹുവോട് നമ്മൾ തേടുമ്പോൾ അല്ലാഹു ഇജാബത്ത് നൽകും. ശഅബാൻ 15-ന്റെ ബറക്കത്ത് കൊണ്ട്, സൂറത്തു ദുഹാനിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മഹത്തായ അമലിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു ദുഹാൻ എല്ലാ ദിവസവും പാരായണം ചെയ്യൽ സുന്നത്താണ്. മൻ ഖറഅ ഹാമീന ദുഹാൻ ഫീ ലൈലത്തിൻ അസ്ബഹ അസ്തഗ്ഫിറു ലഹു 70,000 മലക്കിൻ. 70,000 മലക്കുകൾ ഒരാൾ രാത്രി സൂറത്തു ദുഹാൻ ഓതിയാൽ പിറ്റേ ദിവസം പ്രഭാതമാകുമ്പോൾ 70,000 മലക്കുകൾ അവന് വേണ്ടിയിട്ട് പൊറുക്കലിന് ചോദിക്കുന്നുണ്ടാകും. എത്രത്തോളം മഹത്വമാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട സൂറത്താണ് സൂറത്ത് ദുഹാൻ. ആ ഒരു പതിവ് ശഅബാനിൽ നമ്മൾ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്ത് ദുഹാനിന്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഇങ്ങനെ ഓതുക എന്ന് പല രൂപത്തിലും പല ഉലമാക്കളും വിശദീകരിച്ചതായി കാണാം. എല്ലാ ദിവസവും ആദ്യത്തെ 8 ആയത്ത് ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞവരുണ്ട്. ആദ്യത്തെ രാവിലെ 8 ആയത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞവരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 8 ആയത്തുകൾ 15 തവണ എല്ലാ ദിവസവും ഓതി 15-ാം രാവിൽ 30 തവണ ഓതി ദുആ ചെയ്യുക എന്ന് പറഞ്ഞവരുണ്ട്. ഏറ്റവും നന്നായി ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുന്ന അക്മലായിട്ടുള്ള അമലാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് നമ്മളോട് വിട പറയുമ്പോൾ റജബിന്റെ ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. ശഅബാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ മുത്തുനബിയുടെ മാസം, സ്വലാത്തിന്റെ മാസം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിന്റെ ആയത്തിറക്കിയ മാസം, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക എന്ന റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അഭിലാഷം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുത്ത മാസം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള മാസം. ഇൻഷാ അല്ലാഹ് ഇബാദത്തുകളിൽ ഒരു കുറവും വരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് റജബിനേക്കാൾ കൂടുതൽ ശഅബാനിൽ അടുക്കാൻ, പുണ്യങ്ങൾ നേടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.